ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് വെച്ചിരിക്കുന്നത്. പരിപ്പ് കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെന്ന് ഓർത്ത് അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ല കേട്ടോ. ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം കൂടെ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ്. അരക്കപ്പ് പരിപ്പാണ് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. എരിവിനായിട്ട് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്. എരിവ് നിങ്ങൾ അനുസരിച്ചെടുക്കണം. പിന്നെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ളൊരു സവോള. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ 2 തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ആദ്യം നമുക്ക് ആ പരിപ്പ് നല്ലതുപോലെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ചെറുതായി മുറിച്ചതുകൂടി പരിപ്പിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് അതിലേക്ക് ചേർക്കാം. പച്ചമുളക് 2ആയിട്ടൊന്ന് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മീതെ നിൽക്കണം, അത്രയും വെള്ളം ഒഴിക്കുക. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തൂരപ്പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് വേവും. ഒറ്റ വിസിൽ വന്നാൽ മതി. ആവി പോയി കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കും. ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങ് വെന്തെല്ലാം ഒരുപോലെ അലിഞ്ഞു പോകല്, ഇത്രയും വെന്താൽ മതി. ഇതാണ് കറക്റ്റ് വേവ്. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം, കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ കുറവും. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. നമുക്ക് ഇനി കടുക് വറുക്കാം. അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലതായിട്ട് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി അല്ലി. ഇത് ചെറിയ വെളുത്തുള്ളി അല്ലിയായിരുന്നു, വലുതാണ് 2 എണ്ണം മതി. അത് ചെറുതായിട്ടൊന്ന് ഞാൻ മുറിച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം. ഇത് ചെറിയ ജീരകമാണ്. കുറച്ച് കറിവേപ്പിലയോടെ ചേർക്കാം. നമുക്ക് നമ്മൾ കറിക്കകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലും കടുക് വറക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കാം. പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത്. 1 ടീസ്പൂൺ വേണേൽ ചേർക്കാം. എരിവ് കുറവാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കറി ഉണ്ടല്ലോ, അതിലേക്ക് ഈ കടുക് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇടാം. ഇത് താല്പര്യമുള്ളവർ ഇട്ടാൽ മതി. മല്ലിയില ഇട്ടില്ലേലും നല്ലതാണ്. നമുക്കൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, നേരത്തെ വേണേലും ചേർക്കാം. ഉണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്.